പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. നമ്മുടെ പുനലൂർ തൊളിക്കോട് പള്ളിയിൽ വെച്ച് ചുമതലക്കാരുടെ മീറ്റിംഗ് ഉണ്ട്. ചുമതലക്കാരുടെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പള്ളിയിലെ ചുമതലക്കാർ മാത്രമാണെന്ന്. അല്ല, നമ്മുടെ എല്ലാ സംഘടനകളുടെയും ചുമതലക്കാർ എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂള്, യുഎൻഎസ്ഐക്യം, സേവാസംഘം, ഇടോമിഷൻ, സീനിയർ സിറ്റിസൺ, വികസന സംഘം, അങ്ങനെയുള്ള എല്ലാ സംഘടനകളുടെയും സെക്രട്ടറിമാർ, ട്രസ്റ്റിമാർ, ഓഡിറ്റേഴ്സ്, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, ഇവരെല്ലാവരും കൂടാണ് സംബന്ധിക്കേണ്ടത്. ഇത് പലർക്കും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ അത് നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സംഘടനയുടെയും സെക്രട്ടറിമാർ, ട്രസ്റ്റി കണക്കൻ, അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ്, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, ഇവരെല്ലാവരും കൂടാണ് ഈ ചുമതലക്കാരുടെ മീറ്റിംഗ് സംബന്ധിക്കേണ്ടത്. അതുകൊണ്ട് 2 സെൻറ്റർ, പുനലൂർ വെസ്റ്റും ഈസ്റ്റും 2 സെൻറ്റർ മാത്രമേ ഇന്ന് വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ തിരുമേനി ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് നിർത്തി എവിടെ നിന്നൊക്കെ വന്ന് ആരൊക്കെയാണെന്ന് പരിചയപ്പെടും. അതുകൊണ്ട് നമ്മുടെ എല്ലാ സംഘടനകളുടെയും ഞാൻ മുമ്പേ പറഞ്ഞ ചുമതലക്കാർ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു, ഇടവക ചുമതലക്കാരെ കൂടാതെ. ഇപ്പോൾ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യമാണ് നേവൻഗേലിയോനായി വായിച്ചു കേട്ട ഭാഗം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഞാൻ വായിക്കും. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കാം. നല്ല ദേവനെ ഞങ്ങൾ നല്ലതാക്കി നിന്നെ ചൊല്ലിടെ നല്ലതാക്കി നിന്നെ ചൊല്ലിടേണം. കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അവിടുന്ന് പ്രസാദകരമായിരിക്കണമേ. ഈ വന്നിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ നുറുങ്ങുന്ന ഹൃദയത്തോടും വേദനയോടും നീറിയ ഹൃദയത്തോടും ദൈവസന്നിധിയിൽ സങ്കടപ്പെടുന്ന ചിലരെങ്കിലുമുണ്ട്. വിശ്വാസത്തോടെ വന്നിരിക്കുന്നവരെ കാണുകയും വിശ്വാസത്തോടെ വന്നിരിക്കുന്നവരുടെ നൊമ്പരങ്ങളെ അറിയുകയും അവിടുന്ന് പരിഹാരം തരികയും ചെയ്യണമേ. അടിയനെയും ബലപ്പെടുത്തണമേ, കേൾവിക്കാരെയോ അനുഗ്രഹിക്കണമേ. ഈ ആരാധന ഏറ്റവും ധന്യവും സന്തോഷപൂർവ്വമാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഒരു ന്യായശാസ്ത്രിയും യേശുക്രിസ്തുവും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ എവൻഗേലിയൻ ഭാഗം. അതിലേറ്റവും പ്രധാനമായി യേശുക്രിസ്തു കൽപ്പനകൾ എന്താണെന്നും ആരാധന എന്താണെന്നും ശാസ്ത്രിയോട് പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് കുറിവാക്യമായിട്ട് വായിച്ചത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. കൂട്ടുകാരനെ, രണ്ടാമത് പറയുകയാണ്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട കൽപ്പന. ഇതിലേതാണ് പ്രധാനപ്പെട്ടതെന്ന് ഒരു ചോദ്യത്തോടെയാണ് അത് അവസാനിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്, നല്ല പരിചയമുള്ള ഒരു ഭാഗമാണ് ഇന്ന് ധ്യാനത്തിനെടുത്തിരിക്കുന്നത്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് മോശ മുഖാന്തരം സിനായി പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് കൽപ്പനകളെ നൽകി. 2 കൽപ്പനകളെ നൽകി ഇസ്രായേൽ ജനത്തിന് നൽകി. ഇസ്രായേൽ ജനത്തിൻ്റെ ക്രമം കെട്ട ജീവിതത്തിന് അറുതി വരുത്തുന്നതിനും അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ആ കൽപ്പനകൾ നൽകിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ 2 കൽപ്പനകളുടെയും
ഏകോപിച്ചുള്ള സമാഹാരമാണ് കർത്താവ് ശാസ്ത്രിയോട് പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതാകുന്നു പ്രധാനപ്പെട്ട കൽപ്പന. ഇന്ന് സഭ പഠിപ്പിക്കുന്നത് ആരാധന എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. യഥാർത്ഥ ആരാധന എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സഭ പഠിപ്പിക്കുന്നത്. ആരാധനയുടെ അന്തഃസത്ത എന്ന് പറയുന്നത്, ആരാധനയുടെ തത്വം എന്ന് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം. ആ സ്നേഹത്തിന് പൂർണ്ണതയുണ്ടായിരിക്കണം. രണ്ടാമത്, നിന്നെപ്പോലെ തന്നെ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ ആരാധനയെക്കുറിച്ച് 3-4 പ്രസംഗങ്ങൾ ദേവാലയത്തിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാക്കൂട്ടങ്ങളിലും ആരാധനയെക്കുറിച്ച് പല പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ആരാധന? ഇന്ന് നമ്മൾ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ ചില ആളുകളുടെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. ആത്മാവ് എവിടെയോ ഊടാടുകയാണ്, മനസ്സ് എവിടെയോ ഊടാടുകയാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ പലയിടത്തായിട്ട് പോവുകയാണ്. പക്ഷെ ഭൗതിക സാന്നിധ്യം കൂടെ ഉണ്ട്. അതാണോ ആരാധന? അല്ല. ആരാധന എന്താണ്? നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ ദൈവത്തിന് സമർപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ അനുഭവമാണെന്ത്? ആരാധന. 3 കാര്യങ്ങൾ ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുകയാണ്. ഒന്ന് നമ്മുടെ മനസ്സ്, മറ്റൊന്ന് ശരീരം. ഇവിടെ ശരീരമുണ്ട്, മനസ്സും ഉണ്ടായിരിക്കണം. ആത്മാവ്. അപ്പോൾ മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിന് സമർപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ അനുഭവമാണ് ആരാധന. അതുമാത്രമല്ല, അകലെയുള്ളതിനെ അടുത്തറിയുന്ന അനുഭവമാണ് ആരാധന. നിങ്ങൾക്ക് ആർക്കെങ്കിലും യേശുക്രിസ്തുവിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളെല്ലാവരും അനുഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ യേശുവിൻ്റെ പ്രസൻസ് നമ്മൾ അനുഭവിക്കുകയാണ്. ഞാൻ ഏതാണ്ടൊരു 50 പ്രാവശ്യമെങ്കിലും ഇത് പല പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ആരാധനയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, രഹസ്യത്തിലുള്ള യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അകലെയുള്ളതിനെ അടുത്തറിയുന്നതാണ് ആരാധന. അകലം കുറയ്ക്കുന്നതാണ് ആരാധന. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ് ആരാധന. കൂടാതെ തിരിച്ചറിവിൻ്റെ അനുഭവമാണ് ആരാധന. ശമര്യസ്ത്രീയും കർത്താവും തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്, സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. ഞായറാഴ്ച ദിവസം വരുമ്പോൾ ഞായറാഴ്ചയെക്കുറിച്ചുള്ള ബോധമുള്ളവരായി നമ്മൾ തീരുന്നു. അതൊരു തിരിച്ചറിവാണ്. ചില പള്ളിയിലെങ്കിലും ഞാൻ തലേന്ന് വൈകിട്ട് ചില പള്ളികളോട്, ഇവിടെയല്ല ചിലയിടത്ത് വിളിച്ച് പറയും, അല്ലയോ സഹോദര, നാളെ ഞായറാഴ്ചയാണേ. അവ പറയും, അറിയാമേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞായറാഴ്ചയെ തിരിച്ചറിയാൻ വയ്യാത്ത ധാരാളം ആളുകൾ സുറിയാനിക്കാരുടെ ഇടയിലുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ, വിശ്വാസികളെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ ഞായറാഴ്ച തിരിച്ചറിയാൻ കഴിയാത്ത, ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ചിലരെങ്കിലുമുണ്ട്. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് തിരിച്ചറിവിൻ്റേതാണ്. ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു? എന്താണ് ആരാധന? ആരാധന എന്ന് പറയുന്നത് മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ആരാധന. അകലെയുള്ളതിനെ അടുത്തറിയുന്നതാണ് ആരാധന. അകലം കുറയ്ക്കുന്നതാണ് ആരാധന. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതാണ് ആരാധന. ആരാധന തിരിച്ചറിവാണ്. ആരാധന തിരിച്ചറിവാണ്. ദൈവത്തെ ആരാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള തിരിച്ചറിവിൻ്റെ അനുഭവമാണ് ആരാധന. ദൈവത്തെ സൃഷ്ടാവ് എന്നുള്ള തിരിച്ചറിവ് പ്രവേശിപ്പാൻ കഴിയുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ് ആരാധന എന്ന് പറയുന്നത്. 2-3 കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാധന നമ്മളെല്ലാവരെയും യഥാസ്ഥാനപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് സംശയം ചോദിക്കുമ്പോൾ പലവിധമായ കാര്യങ്ങളിൽ വ്യാകുലപ്പെടുകയും ചഞ്ചലപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് ക്രമം തെറ്റിയ ജീവിതാനുഭവങ്ങളിൽ ക്രമമുള്ളവരായിത്തീരുന്ന അനുഭവമാണ് ആരാധന. ക്രമം തെറ്റിയ ജീവിതാനുഭവങ്ങളിൽ ക്രമമുള്ളവരായി നമ്മളെ മാറ്റുന്നതാണ് ആരാധന. ആരാധന യഥാസ്ഥാനപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. പുതിയ നിയമത്തിൽ 2 പേരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്.
ഒന്ന്, ഒരു ശമര്യ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന് സംഭാഷണം നടത്തുന്നു. ശമര്യ സ്ത്രീയോട് കർത്താവ് എന്തോ ചോദിച്ചു? വെള്ളം ചോദിച്ചു. സംഭാഷണത്തിൻ്റെ അവസാനം യേശുക്രിസ്തു പറഞ്ഞു, നിൻ്റെ ഭർത്താവിനെ പോയി നീ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ എന്തോ മറുപടി പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെ. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ട്, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല. നിന്നിൽ കർത്തൃത്വം നടത്തുന്നത് ആരാണ്? നിന്നിൽ കർത്തൃത്വം നടത്തുന്നത് ആരാണ്? ക്രമം തെറ്റിയ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ആ സ്ത്രീ. രണ്ടാമതൊരു ആളിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ലഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യനാണ്. യേശുക്രിസ്തു ആ മനുഷ്യനോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പലരാണെന്നർത്ഥമുള്ള ലഗ്യോൻ എന്നുള്ള പേര് പറയുകയാണ്. ക്രമം തെറ്റിയ ജീവിതത്തിൻ്റെ 2 അനുഭവങ്ങളാണ് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. ആ ക്രമം തെറ്റിയ ജീവിതത്തിൻ്റെ ഉടമകളായ 2 പേരെ കർത്താവ് ക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് യഥാസ്ഥാനപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ശമര്യ സ്ത്രീയെയും ലഗ്യോൻ ബാധിച്ച മനുഷ്യനെയും ക്രമരഹിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ക്രമമുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. അതാണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. ഈ യെരുശലേം പള്ളിയിൽ ഇന്ന് രാവിലെ 8:30 ആരാധനയ്ക്ക് വന്ന ധാരാളം ആളുകളുണ്ട്. അതിനു മുമ്പ് വന്ന ധാരാളം ആളുകളുണ്ട്. ക്രമം തെറ്റിയ ജീവിതത്തിൻ്റെ ഉടമകളായി തീർന്ന ചിലരെങ്കിലും വ്യക്തി ജീവിതങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ ആരാധന നമ്മുടെ ജീവിതത്തിലുള്ള ക്രമമുള്ള സമൂഹത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ പറഞ്ഞത്, ആരാധന യഥാസ്ഥാനപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഇതിൻ്റെ കവാടം കടന്നു വന്നപ്പോൾ ഭൂരിപക്ഷം ആളുകളും ഈ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെയും ചിലരെങ്കിലും സൈഡിലെ കവാടത്തിലൂടെയും കടന്നു വന്നു. എന്നാൽ ജീവിതത്തിലെ ചഞ്ചല ഹൃദയത്തോടും നുറുങ്ങിയ ഹൃദയത്തോടും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടവരായി വേദനയോടും സങ്കടത്തോടും കൂടെ ദേവാലയത്തിൽ വന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് ഒരിക്കലും സ്ഥിരമല്ല. മനസ്സ് പാതറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ പാതറി ചിതറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ജീവിതാനുഭവത്തിൽ ഈ വചനകഴിവിയും വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ ക്രമമുള്ള ജീവിതത്തിൻ്റെ അനുഭവമാകണം, യഥാസ്ഥാനപ്പെടുത്തുവാൻ സാധിക്കണം. ആമീൻ. ആരാധന എന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. രണ്ടാമത്, ആരാധന തിരിച്ചറിവിൻ്റെ ഒരു ആരാധനയാണ്. ഇന്ന് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോൾ ഒരു പുതിയ പരിപാടി ലഹരിക്കെതിരെ നടപ്പിലാക്കുന്നുണ്ട്. അത് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. ഓപ്പറേഷൻ തുഫാൻ കേട്ടിട്ടുണ്ടോ? ഏതാണ്ട് 3000-ഓളം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ കിലോ കണക്കിന് ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തു. ഇത് നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് പിടിക്കപ്പെട്ടില്ല, പിടിക്കുവാൻ ശ്രമിച്ചില്ല, ആളുകളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു താഴെക്കടയിലുള്ള ആളുകളുടെ ഇടയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. വൻകിട ആളുകളുടെ ഇടയിൽ ഇല്ലെന്നാണ് മാധ്യമങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ താഴെക്കടയിലുള്ള ആളുകളുടെ ഇടയിൽ നിന്നും മയക്കുമരുന്നും ഇങ്ങനെയുള്ള ചരസ്, കഞ്ചാവ്, MDMA പോലുള്ള മാരകമായ മയക്കുമരുന്ന് സാമഗ്രികൾ പിടിച്ചെടുത്തു. ഇത് കഴിച്ച ശേഷം ഇത് കഴിക്കാൻ കിട്ടാതെ വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണ്? മാതാപിതാക്കളെ തിരിച്ചറിയാനൊക്കാത്ത, ഭാര്യയെയും ഭർത്താവിനെയും പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത, മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത ലഹരിക്കടിമകളായി മനുഷ്യൻ മാറിയിരിക്കുകയാണ്. തിരിച്ചറിവ് നഷ്ടപ്പെട്ടവരായി നമ്മുടെ സമൂഹം മാറി. അപ്പോൾ ഇത് കുറച്ച് വർഷം കൂടെ മുന്നോട്ട് പോയാൽ ഈ സമൂഹം ഇതെങ്ങനെ ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് നമുക്കൊരിക്കലും പറയുവാൻ സാധിക്കില്ല. എന്നാൽ ദൈവത്തെ തിരിച്ചറിയുന്ന ലഹരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തെയും മനുഷ്യനെയും തിരിച്ചറിയാൻ കഴിയുന്ന ലഹരി നമുക്കുണ്ടായിരിക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വലിയ വ്യാപാര ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിക്ക് പകരം നിൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നത്, നിൻ്റെ തലമുറയുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് വേറെ ഒന്നും ആകാൻ ഇടവരരുത്. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് തിരിച്ചറിയുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഒരുത്തൻ എന്നിലും
ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. അല്ലേ? ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ ഈ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും എല്ലാം പിന്നിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അംശം നമുക്ക് കാണാൻ കഴിയും. പെട്രോൾ പമ്പുകളിലെ അടി, അല്ലെങ്കിൽ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിൻ്റെ അടി, അല്ലെങ്കിൽ ചെളിവെള്ളം പുറത്ത് തെറിച്ചതിൻ്റെ അടി, അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചു രണ്ടാമത്തെ അടി, ഇതെല്ലാം നമ്മൾ പരിശോധിച്ചാൽ സുബോധം നഷ്ടപ്പെടുന്ന ഒരു ജീവിത സാഹചര്യത്തിൻ്റെ അനുഭവമാണ് കാണുന്നത്. സുബോധം നഷ്ടപ്പെടുന്ന ജീവിത സാഹചര്യം, ആത്മീയതയുടെ പേരിൽ സുബോധം നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ. ഇപ്പം നമ്മൾ കണ്ടല്ലോ, ചില ഡെസ്റ്റിറ്റ്യൂട്ട് ഹൗസിൽ പ്രായമുള്ളവരെ പീഡിപ്പിക്കുന്നു, ചെറുപ്പക്കാരെ മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ അന്തേവാസികളെ ആക്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. വേദപുസ്തകത്തിൻ്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ലഹരി മൂത്ത് യഥാർത്ഥ ആത്മാവല്ല അവിടെ പ്രവർത്തിക്കുന്നത്, പൈശാചികൻ്റെ ആത്മാവാണ്. ഇവിടെ പോയി ഇരുന്ന് കൊടുക്കാൻ ധാരാളം ആളുകളുണ്ട്. ഇവിടെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കണം. എന്താണത്? നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു കൽപ്പന. ഈ ഒരു തിരിച്ചറിവ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. രണ്ടുമൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ആരാധന എന്താണെന്നൊക്കെ ചോദിച്ചു. പിന്നെ പറഞ്ഞു ആരാധന എന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ്. സ്ഥാനം മാറിയിരിക്കുന്നവരെ ഇന്ന് സ്ഥിരമാക്കുന്ന അനുഭവമാണ് ആരാധന. രണ്ട്, തിരിച്ചറിവുള്ളതാണ്. ദൈവത്തെയും മനുഷ്യനെയും തിരിച്ചറിയുവാൻ സാധിക്കണം. അത് കുടുംബത്തിൽ തിരിച്ചറിയണം, അയൽപക്കക്കാരെ തിരിച്ചറിയാൻ സാധിക്കണം, വിശ്വാസികളെ തിരിച്ചറിയാൻ സാധിക്കണം. അതാണ് ആരാധന. മൂന്നാമത്, ആരാധന എന്ന് പറയുന്നത് പങ്കുവയ്ക്കപ്പെടലിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തു കൊടുത്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് നൽകി. ഇതെൻ്റെ ശരീരം. അതുകൊണ്ട് തന്നെ അവൻ പാനപാത്രം എടുത്തു, ഇതെൻ്റെ രക്തം. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും കർത്താവിൻ്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും. കർത്താവിൻ്റെ തിരുശരീരങ്ങളെ ഷെയർ ചെയ്തു. പാപിയായ എനിക്കും നിങ്ങൾക്കും, പാപികളായ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ തിരുശരീരങ്ങളെ ഷെയർ ചെയ്ത് തന്നതുകൊണ്ടാണ് നമ്മളൊരു വിശ്വാസിയായി മാറിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ തിരിച്ചറിവില്ലാത്ത ഏതോ ഒരു ജീവിയായി ലോകത്തിൽ അവസാനിക്കുമായിരുന്നു. എന്നാൽ തിരിച്ചറിവുള്ളവരും സുബോധമുള്ളവരായി തീരുവാൻ നമുക്കിടവന്നത് കർത്താവിൻ്റെ കാൽവറി ക്രൂശിൽ മുറിക്കപ്പെട്ട ആ ഷെയർ ചെയ്ത തിരുശരീരമാണ് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നാലാമതൊരു കാര്യം കൂടെ, ആരാധന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. ആരാധന സ്നേഹമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ, ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായിട്ടുള്ള കൽപ്പനകളെ വിവരിക്കുന്നുണ്ട്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതിൻ്റെ സമാഹാരമാണ് ഇന്നിവിടെ വായിച്ചതായിട്ടുള്ള ഭാഗം. കർത്താവിൻ്റെ പരീക്ഷണം, കർത്താവ് നേരിട്ടതായിട്ടുള്ള 3-ാമത്തെ പരീക്ഷണത്തിൽ സാത്താനോട് പറയുന്നുണ്ട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. ആരാധന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. ഹാവേലിൻ്റെ ബലി, ഹാവേലും കായീനും യാഗം കഴിച്ചു. ഒരാളിൻ്റെ യാഗത്തിലെ ദൈവം പ്രസാദിച്ചുള്ളൂ, വേറൊരാളിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ഹാവേലിൻ്റെ ആരാധന അത് സ്നേഹത്തിൻ്റെ ആരാധനയായിരുന്നു. ഹാവേലിൻ്റെ ആരാധന നുറുങ്ങിയ ഹൃദയത്തോടും തകർന്ന ഹൃദയത്തോടുമുള്ള ആരാധനയായിരുന്നു. രണ്ടാമത് ഒരു ശ്രീരത്നത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഹന്നായുടെ പ്രാർത്ഥന. ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പേര് ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഹന്നായുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കാരണം എന്താണ്? ഹന്നായുടെ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. ഹന്ന ഹൃദയനുറുക്കത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് ലഭിച്ചു? മറുപടി ലഭിച്ചു. വെറുതെ വന്ന് പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, വാ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരിക്കലും പ്രസാദിക്കുകയില്ല. ഹൃദയനുറുക്കത്തോടും വേദനയോടും കൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ആരാധനയിൽ മറുപടി ലഭിക്കും എന്ന് പറയുകയാണ്. ആരാധന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ഈ സ്നേഹത്തിൻ്റെ എന്തെങ്കിലും പ്രതീകം ഇവിടെ നടത്തുന്നുണ്ടോ? ഉണ്ടോ?
പറ. നമ്മുടെ കിസ് ഓഫ് പീസ് എന്ന് പറയുന്ന കുമ്പസാരം, നമ്മുടെ ഈ കയ്യസൂരി, അതിനെ കിസ് ഓഫ് പീസ് എന്നാണ് പറയുന്നത്. ഈ കയ്യസൂരി ഒരു സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. അതെന്താണ്? വിശുദ്ധ മദബഹായിൽ നിന്ന് ആ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ ആ സ്നേഹം ശുശ്രൂഷകരിലൂടെ, അച്ഛനിലൂടെ, ശുശ്രൂഷകരിലൂടെ ജനങ്ങളിലേക്ക് കൈമാറപ്പെടുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പുറകെ നിൽക്കുന്നവരും അടുത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും കിട്ടിയോന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാം. ഒരാൾക്ക് കൊടുത്തേച്ചങ്ങ് മാറിയിരിക്കുകയല്ല. അറിയാൻ വയ്യാത്ത ധാരാളം ആളുകളുണ്ട്. നമ്മുടെ കുർബാനയുടെ അവസാനത്തെ റൂഷ്മയാണ് ആശീർവാദം. അതിനപ്പുറം പിന്നെ ഒരു ആശീർവാദമില്ല. പിന്നെ നമ്മളൊരു തട്ടുമുട്ടൽ പരിപാടി എന്ന് പറഞ്ഞാൽ പരസ്യം കഴിഞ്ഞ് പിന്നെ അച്ഛൻ ഇറങ്ങി വന്നവർ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പണ്ടേ ഇവിടെ അങ്ങനെ തിരിച്ചു പോയൊരു കാര്യമേ ഉള്ളൂ. എന്നാൽ കുർബാനയുടെ ആശീർവാദമാണ് ഏറ്റവും പ്രധാന ആശീർവാദം. അതൊക്കെ പഠിക്കണം നമ്മൾ. അപ്പോൾ ഇപ്പം ഞാൻ ചോദിച്ചെന്താണ്, നമ്മുടെ കയ്യസൂരി നമ്മുടെ സൈഡിലും പുറയിലും നിൽക്കുന്ന എല്ലാവർക്കും ഇത് നൽകുകയാണ്. കാരണം ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല. പിന്നെ എവിടുന്നാണിത്? ദൈവത്തിൻ്റേതാണ്, കർത്താവിൻ്റേതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് അത് നമ്മൾ കൈമാറണം. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവസ്നേഹം പങ്കുവയ്ക്കലാണ്. അത് ലഭിക്കാത്തപ്പോഴാണ് ചിലർ പറയുന്നത്, എനിക്ക് കുർബാന ഇത് കൈസൂരി കിട്ടിയില്ല. അങ്ങനെ പരാതി പറഞ്ഞ ചിലരെങ്കിലും ഉണ്ട്. എനിക്ക് കിട്ടിയില്ല. ഞാനിരുന്ന ഒരു പള്ളിയിൽ ഞാൻ ഒരു പിരിവിന് ചെന്നപ്പോൾ, ഇവിടെ അല്ല, അങ്ങ് ദൂരെ, പേര് പറയുന്നില്ല, ഇത് ലൈവ് ഉള്ളതുകൊണ്ട് പേരൊന്നും പറയത്തില്ല. ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരു വീട്ടുകാർ പറഞ്ഞു, അവരിങ്ങനായിരുന്നു ഇങ്ങനായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അവർ കയ്യസൂരി തന്നില്ല അയാൾ. ഞാൻ വൈകിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ അവൻ്റെ ചെള്ളയ്ക്ക് ഒരെണ്ണം കൊടുത്തു. അപ്പോൾ ഉടനെ നാട്ടുകാരെല്ലാം അവിടെ പറഞ്ഞു, ഇന്ന പള്ളിക്കാർ കയ്യസൂരി കൊടുക്കുന്ന ചെള്ളയ്ക്കാ, കയ്യിലല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മറുപടി പറഞ്ഞു, പണ്ട് ചെള്ളയിലായിരുന്നു, അത് ചൂഷണം ചെയ്തപ്പോഴാണ് ഇത് കയ്യിൽ ആയി മാറിയത്. പോട്ടെ, കയ്യിലായാലും ചെള്ളയിലായാലും ഇത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്ത് ബന്ധിച്ചു, ഞാനെല്ലാം തന്നിൽ അർപ്പിച്ചു. ആരാധന എന്ന് പറയുന്നത് ബന്ധങ്ങളുടേതാണ്. ഇവിടെ 25 വർഷവും 50 വർഷമായവരുണ്ട്, ജനിച്ചു വളർന്നവരും കല്യാണം കഴിഞ്ഞ് വന്നവരുമുണ്ട്. നമുക്കൊരു 100 വീട് തികച്ചറിയാവുന്ന എത്ര പേരും ഈ പള്ളിയിലുണ്ട്? പറ. ഇവിടെ അങ്ങ് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ്. തിങ്കളാഴ്ച പ്രാർത്ഥന, ചൊവ്വാഴ്ച പ്രാർത്ഥന, പ്രാർത്ഥിച്ച് 13 പ്രാർത്ഥനയാണ് ഇവിടെ. പ്രാർത്ഥനയോട് പ്രാർത്ഥന. ഞാനിരുന്ന പല പള്ളിയിലും വൈകുന്നേരത്ത് ഒരു 10 വീട്ടിൽ പോകുമായിരുന്നു. ഇപ്പം വീട്ടിൽ പോകാൻ ഒക്കത്തില്ല, പ്രാർത്ഥനയാണ്. അത് ഈ വർഷം അതൊക്കെ നിർത്താൻ പോയിനി, നിർത്തി വെച്ചിരിക്കുക. 2-3 പ്രാവശ്യം പോയ വീടുകളിലൊക്കെ ഇനി രോഗികളെ കാണാനും പ്രായമുള്ളവർ സുഖമില്ലാതെ വീട്ടിൽ കിടപ്പുണ്ട്, വൈകിട്ട് പോകണം. അതുകൊണ്ട് വൈകിട്ട് ഞാനല്ലേ അവരെ കാണത്തുള്ളൂ, അവരെ വീട്ടിൽ ആളുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം പ്രാർത്ഥനയാണ്. നമുക്കൊരു 100 വീട് തികച്ച് അറിയാവുന്ന, ചുമലക്കാർക്കെല്ലാം അറിയാമേ, ചുമലക്കാർക്കറിയാം, ട്രസ്റ്റിമാർക്കെല്ലാം പച്ചവെള്ളം പോലെ അറിയാം. എന്നാൽ നമുക്ക് 100 വീട് തികച്ചറിയാവുന്ന, 50 വീട് തികച്ചറിയാവുന്ന എത്ര പേര് ഇവിടെയുണ്ട്? കഴിഞ്ഞ വർഷം, അതിൻ്റെ അങ്ങേ വർഷം ക്രിസ്മസിന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന ആളുകൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വീട്ടിൽ വരുന്നത്. കഴിഞ്ഞ വർഷത്തിൻ്റെ അങ്ങേ വർഷം സേവാസംഘക്കാർ ഇറങ്ങിയപ്പം, അയ്യോ കാഞ്ഞിരമേല എവിടെ ഇരിക്കുവാന്ന് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്, മരങ്ങാട് എവിടെ ഇരിക്കുവാന്ന് ഇപ്പോഴാണ് കാണുന്നതെന്ന് പറഞ്ഞു. പണ്ട് പള്ളി ഇല്ലായിരുന്നു, അന്ന് അച്ഛന്മാരില്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മെനക്കെടണം. ഇതാണ് സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് വീട്ടിൽ ഇരുന്ന് വായിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ല സ്നേഹം. 2 പ്രാർത്ഥന നിർത്തണം. രോഗിയെ കാണാൻ പോകണം. ഒരു രോഗിയെ കാണാൻ പോകുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി നമ്മൾ തീരുമാനിക്കണം. അതുകൊണ്ട് ബന്ധങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നതാണ് ആരാധന. ഈ ബന്ധമില്ലെങ്കിൽ റിപ്പോർട്ടിൽ പേര് വരാൻ വേണ്ടി 50 നടത്തിയാലും 90 നടത്തിയാലും 100 നടത്തിയാലും യാതൊരു പ്രയോജനവുമില്ല. ബന്ധങ്ങളിലാണ് നമ്മുടെ ആരാധന. ആമേൻ. അത് മനുഷ്യനുമായിട്ടുള്ള ബന്ധം, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ബന്ധങ്ങളിലാണ് ആരാധന നിലനിൽക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് 5 കാര്യങ്ങൾ പറഞ്ഞു. 1, ആരാധന യഥാസ്ഥാനപ്പെടുത്തുന്നു. നമ്പർ 2, ആരാധന തിരിച്ചറിവാണ്. 3, ആരാധന പങ്കുവയ്ക്കപ്പെടലാണ്. 4, ആരാധന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. 5, ആരാധന ബന്ധങ്ങളുടെ ശുശ്രൂഷയാണ്. നമ്മുടെ തലകളെ നമുക്ക് അണയ്ക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം.